ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് വന്നിട്ടുള്ളൊരു വാർത്ത കേട്ടോ, രേണുസുതി കല്യാണം കഴിക്കാൻ പോകുന്നു. ഇത് കണ്ടിട്ട് കുറേ ആൾക്കാർ ഇനി കുരുവട്ടിക്കാൻ നിൽക്കണ്ട. കാരണം എന്താ പറയുക, ജീവിതത്തിൽ അത്രയേറെ പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ചിട്ടാണ് രേണുസുതി ഇന്ന് ഈ നിലയ്ക്ക് എത്തിക്കുന്നത്. കാരണം നിങ്ങൾ ആലോചിച്ചത്, ആ കല്യാണത്തിൻ്റെ സമയം 15 വയസ്സ് പ്രായം കൂടുതലുള്ള ഒരാളായിട്ടാണ് രേണുസുതി അന്ന് കല്യാണം കഴിച്ചിട്ടുള്ളത്. അതും ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അന്ന് മുതൽ തുടങ്ങിയതാണ് ത്യാഗം. സ്വന്തം കുടുംബത്തിനും സ്വന്തം ഫാമിലിക്കും വേണ്ടിയിട്ട് അന്ന് തുടങ്ങിയ ത്യാഗം ഇന്നും തുടരുകയാണ്. കിട്ടിയിട്ടുള്ള വീട്, സ്വന്തമായിട്ട് കിട്ടിയില്ല വീട് പോലും ഒരു മകൻ്റെ പേരിലാണ് എഴുതിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെ കഷ്ടപ്പെട്ട് ഈ നിലയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ഒരാളാണ് രേണുസുതി. രേണുസുതിൻ്റെ ആ ഒരു പേഴ്സണൽ ലൈഫിൻ്റെ ബയോഗ്രഫി ഒക്കെ വായിച്ചു നോക്കുമ്പോഴേ സങ്കടം തോന്നും. കാരണം എന്താ, അത്രക്കും കഷ്ടപ്പാടും കടബാധ്യതകളും പ്രശ്നങ്ങളൊക്കെ നേരിട്ടിട്ട് അതിനൊക്കെ തരണം ചെയ്ത് ഇപ്പോൾ വിജയത്തിലേക്ക് എത്തി നിൽക്കുന്ന ആ ഒരാളെ കാണുമ്പോൾ നമുക്ക് പിന്നെ എന്താ തോന്നുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് എത്ര പരിഹാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം ബിഗ് ബോസിൽ തന്നെ ഒരു അദ്ദേഹത്തിനെ വിളിച്ചിട്ടുള്ളത് ഒരു വാക്കുണ്ടായിരുന്നു, നമുക്ക് പറയാൻ തന്നെ അറപ്പാണ്. അത്തരത്തിലൊരു പബ്ലിക്കായിട്ട് ജനങ്ങൾ കാണുന്ന ഒരു പ്രോഗ്രാം പോലും അപമാനിക്കപ്പെട്ടിട്ടും അതിൽ നിന്നും തലയുയർത്തി വന്നിട്ടുള്ള ഒരാളാണ് രേണുസുതി. അദ്ദേഹത്തിന് ഇൻസ്റ്റയിലോ റീൽസിലോ എന്തെങ്കിലും ഡാൻസോ അല്ലെങ്കിൽ ആരെ കൂടെയൊക്കെ ഡാൻസ് കളിക്കണമെങ്കിൽ ബാക്കിയുള്ളവർക്ക് എന്താണ് ഇത്ര പ്രശ്നം? വേറെ എത്ര ആൾക്കാർ ഡാൻസ് കളിക്കുന്നുണ്ട്? ഇപ്പോൾ ഉദാഹരണത്തിന് നൂറ കളിക്കുന്നുണ്ട്, അനുമോള് ഡാൻസ് കളിക്കുന്നുണ്ടോ ഇല്ല അറിയില്ല, പക്ഷേ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതേപോലെ ജാസ്മിന് ഡാൻസ് കളിക്കുന്നുണ്ട്, ആർക്കും ഒരു പ്രശ്നമില്ല. രേണുസുതി ആരെങ്കിലും ഒപ്പം ഒരു 1-2 മിനിറ്റിൻ്റെ എന്തെങ്കിലും ചെറിയൊരു ഡാൻസ് കളിച്ചു കഴിഞ്ഞാൽ കുരു പൊട്ടാൻ കുറേ എണ്ണം. ഇതിൻ്റെ രോഗം വേറെയാണ്, നമ്മൾ മനസ്സിലാക്കണം ആദ്യം. അത് ഡാൻസിൻ്റെ പ്രശ്നമല്ല, സമൂഹത്തിൻ്റെ ചിന്താഗതിയാണ്. വേറെ എത്ര പെണ്ണുങ്ങൾ റീൽസിൽ ഡാൻസ് കളിക്കുന്നത് ഒരാൾക്കൊരു പ്രശ്നമില്ലല്ലോ. രേണുസുതി എപ്പോൾ എന്തെങ്കിലും ഒരു ഡാൻസ് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ അടിയിൽ തെറി പറഞ്ഞ് കുറേ എണ്ണം എത്തും. ഇവർക്ക് രോഗമാണെന്ന് മാത്രമേ പറയാനുള്ളൂ, അസൂയക്ക് മരുന്നില്ല. കാരണം രേണുസുതി ഒരുപാട് ഉയർച്ചയിലേക്ക് എത്തിയിട്ടുണ്ട്, അതിലൊരു സംശയമില്ല. അപ്പോൾ വരുന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ രേണുസുതി രണ്ടാമതും വിവാഹം കഴിക്കാൻ പോവാണ്. അതിൻ്റെ ഡിമാൻഡ്സും കാര്യങ്ങളൊക്കെ എത്ര ഉള്ളൂ. അദ്ദേഹത്തിനെയും രേണുസുതിയും അദ്ദേഹത്തിൻ്റെ മക്കളെയും നോക്കുന്ന ഒരാളാവണം. ഇത് അദ്ദേഹം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. പിന്നുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനുമോള് ഒരു പിക്ചർ പങ്കുവെച്ചിട്ടുണ്ട്. ഇനി അനുമോളാണോ പ്രവീണാണോ എന്ന് അറിയില്ല. പ്രവീണും അനുമോളും നിൽക്കുന്ന, പ്രവീണിൻ്റെ വീട്ടിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് കുറേ ആരാധകരൊക്കെ ചോദിച്ചു, നിങ്ങൾ തമ്മിൽ ലവ് കാര്യങ്ങളൊക്കെ ഉണ്ടോ, പ്രൊപ്പോസൽ നടക്കുമോ, നിങ്ങൾ തമ്മിൽ ആഫ്റ്റർ മാരേജ് ഉണ്ടാവുമോ ഒക്കെ ചോദിച്ചിട്ട് കുറേ കമൻസുകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ക്ലാരിഫിക്കേഷനും കൂടി തന്നിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ ഒരു എന്താ പറയുക, പ്രൊപ്പോസലോ ലവോ കാര്യങ്ങളൊന്നുമില്ല. അതായത് അനുമോള ഒരു ട്രൂ ഫ്രണ്ടാണ് പ്രവീൺ, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അപ്പോൾ ഞാൻ നിരാശപ്പെടുന്നു വേണ്ട. കാരണം ജസ്റ്റ് ട്രൂ ഫ്രണ്ട്സ്. അത് ബിഗ് ബോസ് ഹൗസിലുള്ള പോലെ തന്നെ പുറത്തും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി ജസ്റ്റ് കണ്ടു, അതിനപ്പുറത്തൊക്കെ ഒന്നുമില്ല. ആ ഗോസിപ്പിന് യാതൊരു അടിസ്ഥാനമില്ല. മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ വിനുവിനെ കുറിച്ചിട്ടുള്ളതാണ്. അനുമോൾക്ക് 16 ലക്ഷത്തിൻ്റെ PR ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് വളരെ ഫേക്കായിട്ടുള്ള ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ അടിച്ചിറക്കിയ സമയത്ത് പോലും അനുമോൾക്ക് ആരാധകർ കൊടുത്ത സപ്പോർട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അനുമോള് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയിട്ടും ഓരോ പ്രോഗ്രാമിനും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത് ലേഡീസും ഫാമിലീസും കാര്യങ്ങളൊക്കെയാണ്. മനസ്സിലായി? ആ ഒരു ഫേക്ക് ന്യൂസൊന്നും റിയൽ ലൈഫിൽ വില പോവില്ല. ഇന്നും വിനു ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ട് ഓൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അനുമോൾ ഏത് പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാലും വിനോടുണ്ടാവുമല്ലോ, ജസ്റ്റ് ഒരു ഫ്രണ്ട് എന്നുള്ള രൂപത്തിൽ, അതിനപ്പുറത്തേക്കൊന്നുമില്ല. അങ്ങനെ നിരന്തരമായിട്ട് വിനുവിനെ അനുമോളെ ഒപ്പം കണ്ടതുകൊണ്ട് അനുമോളെ ഫാമിലീസെന്നോ അല്ലെങ്കിൽ ഫ്രണ്ട്സെന്നോ ആരൊക്കെയോ വിനുവിന് മെസ്സേജ് അയക്കുന്നുണ്ട്, ഇനി ഇങ്ങനെ ഉണ്ടാവും. കാരണം വളരെയധികം ഒരു പ്രയാസം അനുഭവിക്കുന്നുണ്ട്, ഇങ്ങനെ PR മറ്റേതൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വിനു സ്വയം എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് ഇനി മുതൽ തൽക്കാലത്തിനൊന്ന് മാറി നിൽക്കുകയാണ് അനുമോളിൽ നിന്ന്. അത് വേറൊന്നും കൊണ്ടല്ല, വെറുതെ എന്തിനാ ഒരാളെ ജീവിതം ഇങ്ങനെ ഫേക്ക് ന്യൂസിലിട്ട് സ്പ്രെഡ് ആവേണ്ട എയറിലേക്കും കാര്യങ്ങളും. അങ്ങനെ നമ്മുടെ സമൂഹം അങ്ങനെയല്ലോ, പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു ന്യൂസും വന്നിട്ട് വിനു തൽക്കാലം സ്വയം മാറി നിൽക്കുക എന്നുള്ള രൂപത്തിലുള്ള ന്യൂസും ഇപ്പോൾ വന്നിട്ട്, അതാണിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് ന്യൂസും കാര്യങ്ങളൊക്കെ. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.